നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പൊതു സ്വഭാവത്തെ ഒന്ന് അറിഞ്ഞതിന് ശേഷം നക്ഷത്ര ഫലത്തിലേക്ക് കടക്കാം. മാനി ധനി സുഖാഠ്യോ വ്യാധി പ്രായോധി തസ്കര സുഭഗഃ ചലചിത്തശ്ച ചലചേഷ്ടോ മൂലോ അൽപ്പന്ന സ്വതന്ത്രകോ ഭവതി എന്നാണ്. അതായത് മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അഭിമാനവും ധനവും സുഖവും ഉള്ളവരായി ഭവിക്കും. കൂടാതെ രോഗപീഡിതരായിട്ടും തസ്കരത്വം ഉള്ളവരായിട്ടും സുഭകരായിട്ടും മനസ്സിനും പ്രവർത്തിക്കും ചാഞ്ചല്യമുള്ളവരായിട്ടും സ്വാതന്ത്ര്യ പ്രകൃതി ഉള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. കൊല്ലവർഷം 1201 ആണ്ടിൽ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 7-ലും 8-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനിയാകട്ടെ 4-ലും, രാഹു ആകട്ടെ 3-ലും, കേതു 9-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കൾക്കും ശനിക്കും രാശിമാറ്റമില്ലാത്ത വർഷമാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വന്നെത്തുന്ന സമയം തന്നെയാണ് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സക്രിയമാകാനും ആദരവുകൾ നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. തൊഴിൽ നേടുന്നവർക്ക് അത് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും തൊഴിലൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഭൂമി സംബന്ധമായിട്ട് കൃഷി, വാടക തുടങ്ങി ഇത്യാദിയായിട്ടുള്ള ആദായങ്ങളൊക്കെ ലഭിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. കൂട്ടുകച്ചവടങ്ങളൊക്കെ നടത്തുന്നവർക്ക് അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഉപജാപകാരങ്ങളും ദുഷ്പ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നേറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിൽ അല്പം കാലതാമസം ഉണ്ടായേക്കാം. പൊതുവെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ ഉണ്ടാകാം. അതൊക്കെ അതിജീവിച്ച് മുന്നേറേണ്ടതായിട്ടുണ്ട്. കണ്ടകശനിക്കാലമാണ്. 4-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വാങ്ങാനും പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പുതിയ പ്രണയാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അത് ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. അവിവാഹിതരായിട്ടുള്ളവർക്ക് വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ്. കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ പരിഹരിക്കാനുള്ള സാധ്യതകളും വന്നു ചേരും. ചിങ്ങം, കന്നി, തുലാം, കുംഭം, മേടം, ഇടവം എന്നീ മാസങ്ങൾ അനുകൂല മാസങ്ങളാണ്. മൂലനക്ഷത്രക്കാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അത് മൂലനക്ഷത്രക്കാരെ കുറിച്ച് സമ്പൂർണ്ണ അറിവ് നിങ്ങൾക്ക് പകരുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിൽ നൽകുന്നുണ്ട്. അടുത്ത ദിവസം നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.